എൻ്റെ എത്രയും പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും അമ്മമാർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരോട് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഇന്ന് ഈ വീഡിയോ കേൾക്കാൻ ഭഗവാൻ നിങ്ങളെ വിളിച്ചതാണെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. കാരണം ചില ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെറും ഒരു ദിവസം മാത്രമല്ല, ഭഗവാൻ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ദിവസങ്ങളാണല്ലേ. അത്തരമൊരു വിശേഷ ദിനമാണ് നാളെ ജൂലൈ 3 വെള്ളിയാഴ്ച. അതിശ്രേഷ്ഠമായ സങ്കടഹര ചതുർത്ഥിയാണ് നാളെ. സങ്കടം എന്ന വാക്ക് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ ജീവിതം തന്നെയല്ലേ. മക്കളെക്കുറിച്ചുള്ള ആശങ്കകള്, ഭർത്താവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങള്, വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകള്, മനസ്സിലുള്ള ആരോടും പറയാൻ കഴിയാത്ത ചില വിഷമങ്ങള്, പ്രാർത്ഥിച്ചിട്ടും ഇതുവരെ നടക്കാതെ പോയ ആഗ്രഹങ്ങള്, ഓരോ അമ്മയുടെ ഹൃദയത്തിലും ആർക്കും കാണാൻ കഴിയാത്ത ചില കണ്ണുനീർത്തുള്ളികൾ ഉണ്ടാവും അല്ലേ. പക്ഷെ ആ കണ്ണുനീര് കാണാതെ പോകുന്ന പലരും നമ്മുടെ തൊട്ടു മുൻപിലുണ്ടാവാം. എങ്കിലും ഒരാൾക്ക് നമ്മുടെ കണ്ണുനീര് കാണാതിരിക്കാൻ കഴിയില്ല. നമ്മൾ പറയുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു ഈശ്വരനുണ്ട്. ആ ഭഗവാനാണ് വിഘ്നങ്ങളെ നീക്കുന്ന നമ്മുടെ സാക്ഷാൽ വിഘ്നേശ്വരൻ, നമ്മുടെ സ്വന്തം ഗണപതി ഭഗവാൻ. അമ്മേ, ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. ജീവിതത്തിൽ ചില സമയങ്ങളിലെ എത്ര ശ്രമിച്ചിട്ടും കാര്യങ്ങൾ നടക്കുന്നില്ല. ഒരു തടസ്സം മാറുമ്പോൾ മറ്റൊന്നിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ചോദിക്കും, ഭഗവാനെ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ, അല്ലേ? ആ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാനല്ല ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. പകരം ആ ചോദ്യത്തിന്റെ ഭാരം ഗണപതി ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ചതുർത്ഥി സാധാരണ ഒരു ചതുർത്ഥിയല്ല. ആഷാഢ മാസത്തിലെ കൃഷ്ണപക്ഷ സങ്കടഹര ചതുർത്ഥിയാണ്. അത്രയും വിശിഷ്ടമാണ്. മനസ്സ് നിറഞ്ഞ ഭഗവാനെ ഒന്ന് മനസ്സിലിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പ്രാർത്ഥിച്ചാൽ, അമ്മയുടെ ജീവിതത്തിൽ ഈ ഒരു സമയത്ത് എന്തൊക്കെ തടസ്സങ്ങളാണോ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, മക്കളുടെ ജീവിതത്തിൽ എന്തൊക്കെ തടസ്സങ്ങളാണോ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ കുടുംബം എത്ര വലിയ മനപ്രയാസത്തിലൂടെയാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയാണ്, വിഷമങ്ങളിലൂടെയാണ് ഈ ഒരു സമയത്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം മാറാൻ ഈ ഒരൊറ്റ ദിവസത്തെ വിഘ്നേശ്വരനെ വിളിച്ചുള്ള ഒരു പ്രാർത്ഥന മാത്രം മതിയാവും. അത്രയും വിശിഷ്ടപ്പെട്ട ഒരു ദിവസമാണ്. നമുക്കറിയാം, ഓരോ മാസവും കൃഷ്ണപക്ഷ ചതുർത്ഥി ദിവസം ഗണപതി ഭഗവാനെ ആരാധിക്കുന്നത് മഹാപുണ്യമാണെന്ന് നമ്മൾക്കറിയാം. അതിവിശിഷ്ടമായ ഈ ദിവസത്തെ കൃഷ്ണ പിങ്കള സംകഷ്ടി എന്നും വിളിക്കാറുണ്ട്. സങ്കടഹര എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സങ്കടങ്ങളെ അകറ്റുന്ന ദിവസം എന്നാണ്. അതിനർത്ഥം ഇന്ന് പ്രാർത്ഥിച്ചാൽ നാളെ തന്നെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെന്നല്ല. പക്ഷേ ആ പ്രശ്നങ്ങളെ നേരിടാനുള്ള ശക്തി, മനസ്സിന് സമാധാനം, ശരിയായ വഴിയിലേക്ക് നയിക്കുന്ന അനുഗ്രഹം, ഇവയെല്ലാം സാക്ഷാൽ ഗണപതി ഭഗവാൻ നൽകുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. അമ്മമാരെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതൊരു ശുഭകാര്യവും തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ വിളിക്കുന്നത് ആരെയാണ്? നമ്മുടെ ഗണപതി ഭഗവാനെയല്ലേ. ഒരു കുഞ്ഞിനെ നമ്മൾ ആദ്യമായിട്ട് എഴുത്തിനിരുത്തുമ്പോഴാണെങ്കിലും, ഒരു പുതിയ വീട് വയ്ക്കുമ്പോഴാണെങ്കിലും, ഒരു വിവാഹത്തിനാണെങ്കിലും, നമ്മളൊരു യാത്രയ്ക്ക് പുറപ്പെടാൻ പോവുകയാണെങ്കിലും, എല്ലാത്തിനും നമ്മൾ ആദ്യം വിളിക്കുന്നത് എൻ്റെ പൊന്നു ഗണപതി ഭഗവാനെ, അല്ലെ വിഘ്നേശ്വര, വിഘ്നങ്ങളൊന്നും വരുത്തരുതേ, വിഘ്നങ്ങളെല്ലാം അകറ്റണേ എന്നാണ് നമ്മുടെ മനസ്സിലെ ആദ്യ പ്രാർത്ഥന അല്ലേ. കാരണം ആരംഭങ്ങളുടെ ദൈവമാണ് സാക്ഷാൽ ഗണപതി ഭഗവാൻ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും ഒരു പുതിയ തുടക്കം വേണമെങ്കിൽ ആ തുടക്കം അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടെ ആയിരിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും നിർബന്ധമുണ്ടല്ലേ. അതുകൊണ്ടാണ് നാളത്തെ ദിവസം ഇത്രയും വിശേഷപ്പെട്ടതാകുന്നത്. നാളെ നിങ്ങൾ ഗണപതി ഭഗവാനോട് വലിയ കാര്യങ്ങളൊന്നും ചോദിക്കേണ്ട. സ്വർണമോ സമ്പത്തോ വലിയ സ്ഥാനമാനങ്ങളോ അവയൊന്നും വേണ്ട. പകരം ഇങ്ങനെയൊന്ന് മാത്രം പറയുക കേട്ടോ. ഭഗവാനെ, എൻ്റെ മനസ്സിലുള്ള ഭയം എടുത്തു മാറ്റണേ, എൻ്റെ കുടുംബത്തെ കാത്തുകൊള്ളണമേ, ഞാൻ എടുക്കുന്ന ഓരോ ചുവടിലും എന്നോടൊപ്പം നീ ഉണ്ടാവണമേ. ഈ 3 വരികൾ മാത്രം അമ്മ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞാൽ മാത്രം മതിയാവും. കാരണം ഭഗവാൻ കേൾക്കുന്നത് നമ്മുടെ വാക്കുകളല്ല, നമ്മുടെ മനസ്സാണ്. അമ്മ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ വീഡിയോ മുഴുവൻ കഴിയുന്നത് വരെ സാധ്യമെങ്കിൽ മറ്റൊരു ജോലിയും ചെയ്യാതെ ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ. കാരണം ഇന്ന് നമുക്ക് വ്രതം എങ്ങനെ അനുഷ്ഠിക്കണം, എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ സമർപ്പിക്കണം ഭഗവാന്, എന്തൊക്കെ മന്ത്രങ്ങൾ ജപിക്കണം, വീട്ടിൽ എങ്ങനെ നമ്മൾക്ക് ലളിതമായിട്ട് പൂജ ചെയ്യാം, ഇതെല്ലാം ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ്. അതിനു മുൻപ് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അത്രയും സന്തോഷമാണ്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ. ഈ ഒരു സമയത്ത് ഗണപതി ഭഗവാനെ മനസ്സിൽ പൂർണ്ണമായിട്ടും എല്ലാവരും ഒന്ന് നിറയ്ക്കാൻ ശ്രമിക്കുക. ഓം ശ്രീ ഗണേശായ നമ, ഓം ശ്രീ ഗണപതേ നമ, ഓം വിഘ്നേശ്വരായ നമ. ഭഗവാനെ, ഈ വീഡിയോ കേൾക്കുന്ന ഓരോ അമ്മയുടെയും വീട്ടിലേക്ക് സമാധാനവും ആരോഗ്യവും ഐശ്വര്യവും ഭക്തിയും നിറച്ചു തരണമേ. ഓം ഗം ഗണപതേ നമ.
അമ്മ, ഇപ്പോൾ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവും, ഈ വ്രതം എങ്ങനെയാണ് ഞാൻ എടുക്കേണ്ടത്? ഇത്ര വിശിഷ്ടപ്പെട്ട വ്രതമാണെന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും വ്രതകാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അമ്മ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി ഇരിക്കുകയാണല്ലേ. സത്യത്തിൽ ഗണപതി ഭഗവാൻ ഒരിക്കലും ആഡംബരങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു ഭഗവാനല്ല. അദ്ദേഹം നോക്കുന്നത് നമ്മൾ ഒരുക്കുന്ന പൂജാമുറിയല്ല, പൂജ ചെയ്യുന്ന മനസ്സാണ്. അതുകൊണ്ട് വീട്ടിൽ വലിയ ഒരുക്കങ്ങൾ ഇല്ലെങ്കിലും അമ്മയൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. ശുദ്ധമായ മനസ്സും ഭക്തിയും വിശ്വാസവും അതാണ് ഏറ്റവും വലിയ സമർപ്പണം എന്ന് പറയുന്നത്. ഈ സങ്കടഹര ചതുർത്ഥി ദിനത്തിൽ രാവിലെ ഉണരുന്ന നിമിഷം തന്നെ നമുക്ക് മനസ്സിൽ ഇങ്ങനെ പറയാം: ഓം ശ്രീ ഗണേശായ നമ. ആ ഒരു നാമം കൊണ്ട് തന്നെ ആ ദിവസത്തിന് 1 കോടി പുണ്യം ലഭിക്കുന്നതാണ്. ശേഷം കഴിയുമെങ്കിൽ നേരത്തെ സ്നാനം ചെയ്യുക, അതായത് ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് സ്നാനം ചെയ്താൽ അത്രയും നല്ലതാണ്. അമ്മമാരുടെ ആരോഗ്യസ്ഥിതി അനുവദിക്കുന്നുണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ അമ്മമാർ എപ്പോഴാണോ സാധാരണ രാവിലെ എഴുന്നേൽക്കുക അപ്പോൾ എഴുന്നേൽച്ചാൽ മതിയാവും കേട്ടോ. എന്തായാലും രാവിലെ എഴുന്നേൽക്കുമല്ലോ. ഇനി കുളി കഴിഞ്ഞിട്ട് നമ്മൾക്ക് വെളുത്തതോ ഇളം നിറത്തിലുള്ളതോ ആയ വസ്ത്രം ധരിച്ചാൽ ഏറ്റവും നല്ലതാണ്. ഇനി അതില്ലെങ്കിലും വിഷമിക്കേണ്ട, വൃത്തിയുള്ള ഒരു വസ്ത്രം ധരിച്ചാൽ മതി കേട്ടോ. കാരണം ഭഗവാൻ നിറം നോക്കുന്നില്ല, നമ്മുടെ ഹൃദയമാണ്. അമ്മമാരുടെ ശുദ്ധമായിട്ടുള്ള ആ ഒരു ഭക്തി നിറഞ്ഞ ഹൃദയമാണ് ഉറപ്പായിട്ടും ഭഗവാൻ നോക്കുന്നത്. ശേഷം നമ്മൾ സാധാരണ പോലെ പൂജാമുറിയിലെത്തി നിലവിളക്ക് തെളിയിക്കുക. അതിനുശേഷം ഗണപതി ഭഗവാന്റെ ചിത്രത്തിന് മുന്നിലായി ഒരു ചെറിയ ചിരാതിൽ അല്പം നെയ്യ് ഒഴിച്ച് നെയ് വിളക്ക് പ്രത്യേകമായിട്ട് തെളിയിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആ ഒരു ദിവസം നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ആ ഒരു ദീപനാളത്തിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാം: ഭഗവാനെ, ഈ നെയ്വിളക്കിന്റെ വെളിച്ചം ഈ മുറിയിലെ ഇരുട്ടിനെ മാറ്റുന്നത് പോലെ എൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങളാകുന്ന ഇരുട്ടിനെയും അവിടെ നിന്നില്ലാതാക്കണമേ എന്ന് മനസ്സ് നിറഞ്ഞ് കൈകൂപ്പി കണ്ണ് നിറഞ്ഞ അമ്മ ഗണപതി ഭഗവാനോട് ആ ഒരു സമയത്ത് പ്രാർത്ഥിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഗണപതി ഭഗവാൻ ഏറെ പ്രിയപ്പെട്ട ചില സമർപ്പണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദുർവ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇതിനെ കറുകപ്പുല്ല് എന്നാണ് പറയുന്നത്. 3ഓ 5ഓ തലപ്പുകളുള്ള, അതായത് കൂമ്പുകളുള്ള കറുകപ്പുല്ല് ഗണപതി ഭഗവാൻ അതിപ്രിയമാണ് എന്നാണ് ആചാരവിശ്വാസം. നിങ്ങളുടെ പ്രദേശത്ത് ഇത് ലഭിക്കുന്നുണ്ടെങ്കിൽ സ്നേഹത്തോടു കൂടി ആ ഒരു സമയത്ത് ഭഗവാന് സമർപ്പിക്കുക. എന്നാൽ കറുകപ്പുല്ല് ലഭിക്കാത്ത സ്ഥലത്താണ് നിങ്ങളെങ്കിൽ അതിനെ ഓർത്തും ഒട്ടും വിഷമിക്കരുത്. കാരണം ഭഗവാന് സമർപ്പിക്കുന്ന ഭക്തിയുള്ള ഒരു നല്ല മനസ്സ് 1000 കറുകപ്പുല്ലുകൾക്ക് തുല്യമാണ്. ശേഷം ചുവന്ന പൂക്കൾ ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ വീട്ടിൽ തൊടിയിലൊക്കെ ചുവന്ന പൂക്കൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവയെല്ലാം നമ്മൾക്ക് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. ചെമ്പരത്തി ആവാം, റോസ് ആവാം, തെച്ചിപ്പൂ ആവാം, എന്താണെങ്കിലും ചുവന്ന കളറിലെ ആണെങ്കിൽ ഭഗവാന് ഏറെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ലഭ്യമായ ശുദ്ധമായ പൂക്കൾ എന്തും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ആ ഒരു സമയത്ത് നമ്മൾക്ക് സമർപ്പിക്കാവുന്നതാണ്. ഓരോ പൂവും നമ്മളിങ്ങനെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ഓരോ പ്രാവശ്യം വീതം ഓം ഗം ഗണപതയേ നമ എന്ന് ജപിക്കണം കേട്ടോ. അമ്മ ഇന്ന് പറയേണ്ട ഏറ്റവും ലളിതവും ശക്തവുമായ മന്ത്രവും ഇത് തന്നെയാണ്: ഓം ഗം ഗണപതയേ നമ. ഈ മന്ത്രം ഒരു 21 പ്രാവശ്യം, അല്ലെങ്കിൽ ഒരു 54 പ്രാവശ്യം, അല്ലെങ്കിൽ 108 പ്രാവശ്യം, അതായത് കുറഞ്ഞത് ഒരു 21 തവണയെങ്കിലും ഭഗവാന്റെ മുൻപിൽ ആ ഒരു രാവിലെ വിളക്ക് കൊളുത്തിയിട്ട് ഭഗവാൻ ഒരു നെയ്വിളക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഏറ്റവും ഐശ്വര്യമാണ്. നിങ്ങൾക്ക് കഴിയുന്നത്ര തവണ ജപിക്കാം. എണ്ണം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടല്ല, മനസ്സ് ഭഗവാനിൽ ലയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാമങ്ങളൊക്കെ തന്നെ ജപിക്കുന്നത്. കഴിയുന്നവർക്ക് ഗണേശ പഞ്ചരത്നം, സങ്കടനാശന ഗണേശ സ്തോത്രം, ഗണപതി അഥർവ ശീർഷം ഇവയെല്ലാം ഭക്തിയോടെ പാരായണം ചെയ്യുകയും കേൾക്കുകയും ചെയ്യാം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അത്രയും അനുഗ്രഹമാണ് തരാൻ പോകുന്നത്. ഇനി പലരും ചോദിക്കുന്ന ഒരു സംശയമുണ്ട്: വ്രതത്തിൽ എന്താണ് കഴിക്കേണ്ടത്? ഏറ്റവും വലിയ സംശയമാണല്ലേ. ഏതൊരു വ്രതകാര്യം പറയുമ്പോഴും ആദ്യം തന്നെ നമ്മൾക്ക് എന്തൊക്കെ കഴിക്കാം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല, ഇതൊക്കെയാണ് എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഉണ്ടാവുക. ഈ വ്രതത്തിന്റെ പ്രധാന ആചാരം എന്ന് പറയുന്നത് ചന്ദ്രദർശനം വരെ ഉപവസിച്ച് ശേഷം വ്രതം അവസാനിപ്പിക്കുന്നതാണ്. അതായത് ഈ സങ്കടഹര ചതുർത്ഥി ദിവസം രാത്രിയിൽ ചന്ദ്രനെ കാണേണ്ടതായിട്ടുണ്ട്. അതാണ് ഇതിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിനൊരു പ്രത്യേക സമയവുമുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതാണ്. ആ ഒരു സമയം നമ്മൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല. അതോടൊപ്പം പൂർണ്ണ ഉപവാസം എടുക്കുന്നതും ഏറ്റവും നല്ലതാണ്. പക്ഷേ നിങ്ങളുടെ ആരോഗ്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ മാത്രം. നമുക്കറിയാം എല്ലാവരുടെയും ആരോഗ്യസ്ഥിതി ഒരുപോലെയല്ലല്ലേ. പ്രായമായവരുണ്ട്, ഗർഭിണികള്, മുലയൂട്ടുന്ന അമ്മമാർ, മരുന്നുകൾ സ്ഥിരമായി കഴിക്കുന്ന അമ്മമാരുണ്ട്, പ്രമേഹം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട്, തൈറോയിഡ് പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുണ്ട്, BP ഉണ്ട്, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഭക്ഷണം കഴിക്കേണ്ടവരുണ്ട്. ഇവർ കർശനമായ ഉപവാസം ഒരിക്കലും എടുക്കേണ്ടതായിട്ടില്ല. ഇത് കുറ്റമല്ല. ഭഗവാൻ നമ്മുടെ ശരീരത്തെയും കരുതാൻ പഠിപ്പിക്കുന്നവനാണല്ലേ. അത്തരം സാഹചര്യങ്ങളിൽ ലഘുവായിട്ട് സാത്വിക ആഹാരം നമ്മൾക്ക് കഴിച്ചുകൊണ്ട് മന്ത്രജപവും പ്രാർത്ഥനയും ഭക്തിയും എല്ലാം തുടരാവുന്നതാണ്. കാരണം
വ്രതത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ഒരിക്കലും വിശപ്പല്ല, വിശ്വാസമാണ്. ഇത് നിങ്ങളുടെ മനസ്സിൽ എല്ലായ്പ്പോഴും വേണം കേട്ടോ. ഇനിയും നമ്മൾക്ക് ഭഗവാൻ ഈ ഒരു സമയത്ത്, അതായത് രാവിലെ ഭഗവാന് നമ്മൾ ഇതെല്ലാ കാര്യങ്ങളും ഭഗവാന്റെ മുൻപിൽ അറിയാവുന്ന നാമങ്ങളെല്ലാം ഭഗവാന്റെ മുൻപിൽ ചൊല്ലി അമ്മയുടെ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം ഭഗവാന്റെ ആ ഒരു പാദങ്ങളിൽ സമർപ്പിച്ചിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് ഭഗവാൻ എന്തെങ്കിലും പ്രിയപ്പെട്ട നിവേദ്യം സമർപ്പിക്കാം അല്ലേ. ഗണപതി ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട നിവേദ്യങ്ങൾ എന്ന് പറയുന്നത് മോദകം, കൊഴുക്കട്ട, അവൽ, ശർക്കര, തേങ്ങ, വാഴപ്പഴം, പഴവർഗ്ഗങ്ങൾ, ഇവയൊക്കെ എന്താണോ അമ്മയുടെ കയ്യിലുള്ളത് അത് ഭക്തിയോട് കൂടി സമർപ്പിക്കുക കേട്ടോ. അതായത് നിങ്ങൾക്ക് വീട്ടിൽ കൊഴുക്കട്ട ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വലിയ സന്തോഷത്തോടു കൂടി സമർപ്പിക്കാവുന്നതാണ്. നീ ഇതൊന്നും കഴിയില്ലാച്ചാലും ഒരു വാഴപ്പഴം പോലും നമ്മൾ സ്നേഹത്തോടു കൂടി സമർപ്പിച്ചാൽ ഭഗവാൻ അത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. ഒരു കാര്യം എപ്പോഴും ഓർക്കണം, ഭഗവാൻ നോക്കുന്നത് നിവേദ്യത്തിന്റെ അളവല്ല, അത് സമർപ്പിക്കുന്ന സ്നേഹമാണ്. വീട്ടിൽ പൂജ കഴിയുന്നവർ നമുക്ക് ക്ഷേത്രത്തിൽ പോകാവുന്നതാണ്. തൊട്ടടുത്ത് ഗണപതി ക്ഷേത്രമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ പോകാവുന്നതാണ്. ഗണപതി ക്ഷേത്രത്തിൽ അങ്ങനെ ദർശനം നടത്തുമ്പോൾ നമ്മൾ ഒരു തേങ്ങ ഉടയ്ക്കുക, അല്ലെങ്കിൽ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മാല സമർപ്പിക്കുക. കഴിയുന്ന പോലെ, നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ അർച്ചന എന്തെങ്കിലും നടത്തുക. അല്ലെങ്കിൽ ഇതൊന്നും നമ്മളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിലും, എല്ലാവരുടെയും സാഹചര്യം ഒരുപോലെ അല്ലല്ലേ, ഇതൊന്നും നമ്മൾക്ക് വലിയ വലിയ വഴിപാടുകളൊന്നും അവിടെ പോയി ചെയ്യാൻ കഴിയുന്നില്ല, അങ്ങനെയുള്ളവരും ആരും വിഷമിക്കേണ്ട. ഒരു നിമിഷം ഭഗവാന്റെ ആ തിരുനടയിൽ ഒന്ന് കണ്ണടച്ച് ഭഗവാനെ ഞാൻ വന്നിട്ടുണ്ട് എന്നൊന്ന് പറയുക. ആ ഒരു നിമിഷം പോലും ജീവിതകാലം മുഴുവൻ ഓർമ്മയിൽ നിൽക്കുന്ന അനുഭവമായിട്ട് ഭഗവാൻ ചേർത്ത് പിടിക്കും. ആ ഒരു അനുഭവത്തിന്റെ സ്നേഹം ഭഗവാൻ നമ്മൾക്ക് പകർന്നു തരികയും ചെയ്യും. ഇനി വൈകുന്നേരം നമ്മൾ പൂജ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. പകലൊക്കെ അങ്ങനെ പൂർണ്ണ ഉപവാസം ചെയ്യാൻ കഴിയുന്നവർ പൂർണ്ണമായിട്ട് ഉപവസിക്കുക. അല്ലാത്തവരെ ഞാൻ പറഞ്ഞു, സാത്വികമായ ആഹാരമൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. വൈകിട്ട് വീണ്ടും കുളിച്ച് വിളക്ക് വെച്ച ശേഷം ഗണപതി ഭഗവാന് ആ ഒരു സമയത്തും ഏറ്റവും പ്രിയപ്പെട്ട ഒരു നിവേദ്യം എന്തെങ്കിലും സമർപ്പിക്കുക കേട്ടോ. മോദകമോ കൊഴുക്കട്ടയോ നെയ്യപ്പമോ അല്ലെങ്കിൽ പായസം, ഇവയൊക്കെ ഏതെങ്കിലും ഒന്ന് നമ്മൾ വീട്ടിൽ തയ്യാറാക്കി നിവേദ്യമായി സമർപ്പിക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. ഓം ഗം ഗണപതേ നമ 21 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് വേണം നമ്മൾ ഈ ഒരു വൈകിട്ടത്തെ സമയവും നിലവിളക്ക് തെളിയിക്കാനും ഭഗവാൻ ആ ഒരു നിവേദ്യം സമർപ്പിക്കാനും ഒക്കെ ആയിട്ട്. ഈ ഒരു സമയത്തും ഗണപതി അഷ്ടോത്തരം, ഗണപതി സഹസ്രനാമം എന്നിവയൊക്കെ ചൊല്ലുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ വ്രതത്തെക്കുറിച്ചും പൂജയെക്കുറിച്ചും നിവേദ്യത്തെക്കുറിച്ചും ഒക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലേ. പക്ഷെ ഒരു പ്രധാന ചോദ്യം ഇനിയും ബാക്കിയുണ്ട്. എന്തുകൊണ്ടാണ് ഈ സങ്കടഹര ചതുർത്ഥി ദിവസം അല്ലെ സങ്കടഹര വ്രത ദിവസം രാത്രിയിലെ ചന്ദ്രദർശനത്തിന് ശേഷം മാത്രം പൂർത്തിയാവുകയുള്ളൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, അതെന്തുകൊണ്ടാണ്? അതുപോലെ നമ്മളിൽ പലർക്കും വലിയൊരു സംശയമുണ്ട്, നമ്മൾ വിനായക ചതുർത്ഥി ദിവസം ചന്ദ്രനെ നോക്കരുത്, നോക്കിയാൽ അപവാദം കേൾക്കും എന്നൊക്കെ മുത്തശ്ശിമാർ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലേ. എന്നാൽ സങ്കടഹര ചതുർത്ഥിക്ക് ചന്ദ്രനെ നോക്കി പ്രാർത്ഥിച്ചാലേ വ്രതം പൂർത്തിയാവൂ എന്നും പറയുന്നുണ്ട്. ഇതെന്താണ് ഇങ്ങനെ? പലരുടെയും സംശയമാണല്ലേ. പല ഭക്തജനങ്ങളും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്, ചതുർത്ഥിക്ക് ചന്ദ്രനെ കാണാൻ പാടില്ല എന്നല്ലേ പറയുക. പല സമയത്തും പലരും മുത്തശ്ശിമാരോടും അമ്മമാരോടും ഒക്കെ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും അല്ലേ. ഇതിന്റെ വ്യത്യാസം എന്താണ് എന്ന് ഞാൻ വിശദമായിട്ടൊന്ന് പറഞ്ഞു തരാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇതിനു പിന്നിൽ പുരാണങ്ങളിൽ പറയുന്ന വിനയത്തിന്റെ വില പറഞ്ഞു തരുന്ന മനോഹരമായ ഒരു കഥയുണ്ട്. നമുക്കത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വരാം. ഒരിക്കൽ ഗണപതി ഭഗവാൻ തൻ്റെ വാഹനമായ മൂഷികന്റെ, അതായത് ആ ഒരു ചെറിയ എലിയില്ലേ, ആ എലിയുടെ പുറത്തിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഭഗവാന്റെ ആ വലിയ ശരീരവും വലിപ്പമുള്ള വയറും ഒക്കെ കണ്ടിട്ട് ആകാശത്തിരുന്ന ചന്ദ്രദേവന് ഒരല്പം പരിഹാസം തോന്നിയേട്ടോ. തന്റെ സൗന്ദര്യത്തിലും വെളിച്ചത്തിലും അത്യധികം അഹങ്കരിച്ചിരുന്ന ചന്ദ്രൻ ഗണപതി ഭഗവാനെ നോക്കി ഉറക്കെ പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. ഭഗവാൻ ആദ്യം അത് ശാന്തമായിട്ടാണ് കണ്ടത്. ഗണപതി ഭഗവാൻ അത്ര വലിയ കാര്യമാക്കിയിട്ടില്ല. പക്ഷേ ആ അഹങ്കാരത്തിന് ഒരു ആത്മീയ പാഠം നൽകേണ്ടത് ആ ഒരു സമയത്ത് അനിവാര്യമായിരുന്നു. ഗണപതി ഭഗവാൻ ആ ഒരു സമയത്ത് ചന്ദ്രദേവനെ ശപിക്കുകയാണ്. തന്റെ ഭംഗിയിൽ അഹങ്കരിച്ച് എന്നെ പരിഹസിച്ച നിന്റെ പ്രകാശം ഇനി മുതൽ ഇല്ലാതെയാവും, നീ ക്ഷയിച്ചു പോവും എന്ന് മാത്രമല്ല, ഭാദ്രപദ മാസത്തിലെ വെളുത്തപക്ഷ ചതുർത്ഥി ദിവസം, അതായത് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന ആ വലിയ വിനായക ചതുർത്ഥി ദിവസം ഉണ്ടല്ലോ, ആരെങ്കിലും നിന്നെ നോക്കിയാൽ അവർക്ക് ജീവിതത്തിൽ വലിയ കള്ളപ്പേരും അപവാദങ്ങളും കേൾക്കേണ്ടി വരും. കേട്ടോ അമ്മമാരെ, ഭഗവാന്റെ ഈ ശാപം കാരണമാണ് വിനായക ചതുർത്ഥി ദിവസം നമ്മൾ ചന്ദ്രനെ നോക്കരുത് എന്ന് മുത്തശ്ശിമാരൊക്കെ പറയുന്നത്. അന്ന് ചന്ദ്രനെ നോക്കിയാൽ വളരെയധികം ദോഷമാണ്. എന്നാൽ കഥ ഇവിടെ തീരുന്നില്ല. ശാപം കേട്ട് ഭയന്നുപോയ ചന്ദ്രൻ എന്ത് ചെയ്തു? തന്റെ അഹങ്കാരം പൂർണ്ണമായിട്ടും വെടിഞ്ഞ് വിനയത്തോടെ ഗണപതി ഭഗവാന്റെ പാദങ്ങളിൽ വീണ് കരഞ്ഞ് ക്ഷമ ചോദിക്കുകയാണ്.
ഭക്തരുടെ പ്രാർത്ഥനയിൽ എളുപ്പമലിയുന്ന മനസ്സുള്ള ഈശ്വരനാണല്ലോ നമ്മുടെ ഗണപതി ഭഗവാൻ എന്ന് പറയുന്നത്. ക്ഷമാപണത്തിൽ സന്തുഷ്ടനായ ഭഗവാൻ എന്ത് ചെയ്തു? ചന്ദ്രൻ ഒരു വലിയ ശാപമോക്ഷം നൽകി അനുഗ്രഹിക്കുകയുണ്ടായി. ഭഗവാൻ പറഞ്ഞു, ചന്ദ്രദേവ, ഞാനിട്ട ശാപം പൂർണ്ണമായിട്ട് മാറ്റാൻ എനിക്ക് കഴിയില്ല. പക്ഷേ നിനക്ക് ഞാൻ ഒരു അനുഗ്രഹം തരാം. എല്ലാ മാസവും വരുന്ന കറുത്ത പക്ഷത്തിലെ ചതുർത്ഥി ദിവസം, അതായത് സങ്കടഹര ചതുർത്ഥി ദിവസം, ഭക്തർ പകലും മുഴുവൻ വ്രതമെടുത്ത് രാത്രിയിൽ നിന്നെ നോക്കി പ്രാർത്ഥിച്ചാൽ അവർക്ക് ആ അപവാദ ദോഷം ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, അന്ന് നിന്നെ കണ്ട് വ്രതം മുറിക്കുന്ന ഭക്തരുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും ദുരിതങ്ങളും ഞാൻ മാറ്റിക്കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം വ്യക്തമായില്ലേ അമ്മമാരെ? വിനായക ചതുർത്ഥി എന്നത് ശാപത്തിന്റെ ദിവസമാണ്. അതുകൊണ്ട് അന്ന് ചന്ദ്രനെ നമ്മൾ നോക്കാൻ പാടില്ല. എന്നാൽ സങ്കടഹര ചതുർത്ഥി എന്നത് ചന്ദ്രന് ശാപമോക്ഷം കിട്ടിയ പുണ്യ ദിവസമാണ്. അഹങ്കാരം മാറി വിനയത്തോടെ ഭഗവാന്റെ കാൽക്കൽ വീണ ചന്ദ്രനെയാണ് അന്ന് നമ്മൾ ആകാശത്ത് കാണുന്നത്. അതുകൊണ്ടാണ് സങ്കടഹര ചതുർത്ഥി വ്രതത്തിൽ ചന്ദ്രഭഗവാനെ നോക്കി തൊഴുന്നത് ഇത്രയേറെ സവിശേഷവും പുണ്യവുമായിട്ട് മാറിയത്. ഇനി ഈ കഥയുടെ ഏറ്റവും വലിയൊരു സന്ദേശമുണ്ട്. ചന്ദ്രനെ കുറിച്ചല്ല, നമ്മളെ കുറിച്ച് തന്നെയാണ്. ജീവിതത്തിൽ അഹങ്കാരം ഇങ്ങനെ കൂടി വരുമ്പോൾ, നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണല്ലേ, ചില സമയങ്ങളിലൊക്കെ നമുക്ക് വല്ലാത്ത ഒരു അഹങ്കാരമൊക്കെ തോന്നാറുണ്ടല്ലേ. അങ്ങനെ ഈ ഒരു അഹങ്കാരം ഇങ്ങനെ കൂടി വരുന്ന ഒരു സമയത്ത് മനസ്സിലെ സമാധാനം താനേ കുറയാൻ തുടങ്ങും. പക്ഷേ വിനയം വരുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം അനുഭവിക്കുവാനും നമ്മൾ തുടങ്ങും. ഗണപതി ഭഗവാൻ നമ്മെ പഠിപ്പിക്കുന്നത് വലിയവരാകാനല്ല, നല്ലവരാകാനാണ്. അമ്മ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എത്ര ദിവസമായിട്ട് ഉണ്ടാവും അമ്മ മനസ്സ് തുറന്നൊന്ന് ചിരിച്ചിട്ട്? എത്ര ദിവസമായി ഒരു രാത്രി മുഴുവൻ സമാധാനമായിട്ട് ഒന്ന് ഉറങ്ങിയിട്ട്? എത്ര ദിവസമായി കാണും എല്ലാം ശരിയാവും എന്ന ആത്മവിശ്വാസത്തോടെ പറഞ്ഞിട്ട്? ചിലപ്പോൾ നമ്മൾ ചിരിക്കുന്നൊക്കെ ഉണ്ടാവും, പക്ഷെ മനസ്സ് നന്നായിട്ട് കരയുന്നുണ്ടാവും അല്ലേ? വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി ഓടുന്ന അമ്മ അവസാനം സ്വന്തം കണ്ണീർ ഒളിപ്പിക്കേണ്ടതായിട്ടും വരും. പക്ഷെ അമ്മയൊന്ന് ഓർക്കണം, ഭഗവാൻ ഇതെല്ലാം കാണുന്നുണ്ട്. നിങ്ങൾ ആരോടും പറയാത്ത പ്രാർത്ഥനകൾ പോലും അദ്ദേഹത്തിന് അറിയാം. അതിനാലാണ് നാളത്തെ ദിവസം ഞാൻ നിങ്ങളോട് ഒരു കാര്യം മാത്രം പറയുന്നത്. നാളെ പ്രാർത്ഥിക്കുമ്പോൾ ആഗ്രഹങ്ങളുടെ പട്ടിക പറയുന്നതിന് മുൻപ് മനസ്സ് ഭഗവാന്റെ മുൻപിൽ ഒന്ന് തുറന്നു വെക്കൂ കേട്ടോ. ഇങ്ങനെ മാത്രം പറയൂ, ഗണപതി ഭഗവാനെ, ഞാൻ തളർന്നു പോയാൽ എന്നെ താങ്ങുന്ന ശക്തിയായിട്ട് അവിടുന്ന് മാറണമേ. ഞാൻ കരയുമ്പോൾ എൻ്റെ കണ്ണുനീർ അറിയുന്ന അച്ഛനായിട്ട്, നമ്മുടെ സ്വന്തം അച്ഛനായിട്ട് കൂടെ ഉണ്ടാവണേ. എൻ്റെ കുടുംബത്തെ, എൻ്റെ മക്കളെ, എൻ്റെ വീടിനെ നിന്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുകയാണ്. അമ്മ, ഈ ഒരു പ്രാർത്ഥന വാക്കുകൾ കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ് കേട്ടോ പറയേണ്ടത്. ഇനി നാളെ രാത്രി ചന്ദ്രൻ ഉദിക്കുമ്പോൾ സാധ്യമെങ്കിൽ കുറച്ച് നിമിഷം ആകാശത്തേക്കൊന്ന് നോക്കി ചന്ദ്രനെ കണ്ട ശേഷം കൈകളെ ചേർത്ത് ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുക കേട്ടോ. അപ്പോൾ ഒരു നിമിഷം പോലും തിരക്കിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല, മൗനമായിട്ടിരിക്കുക. ചിലപ്പോൾ നമ്മളൊന്നും പറയാത്ത പ്രാർത്ഥനകളാണ് ഭഗവാൻ ഏറ്റവും വ്യക്തമായിട്ട് കേൾക്കുന്നത് കേട്ടോ. ഓർക്കണം, വ്രതം എന്നത് വിശന്നിരിക്കുന്നതിൻ്റെ പേര് മാത്രമല്ല, കോപം കുറയ്ക്കുന്നതും വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാതിരിക്കുന്നതും മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതും ആവശ്യമുള്ള ഒരാളെ സഹായിക്കുന്നതും ഇവയെല്ലാം വ്രതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ ജൂലൈ 3 വെള്ളിയാഴ്ച, അതായത് നാളെ രാത്രി ഏകദേശം 9:50 ആകുമ്പോൾ ആകാശത്തേക്ക് നോക്കുക കേട്ടോ. ചന്ദ്രനെ കാണുമ്പോൾ കൈകൾ കൂപ്പിയിട്ട് വണങ്ങുക. അതിനുശേഷം ചന്ദ്രന് അർഘ്യം അർപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതായത് ഒരു പാത്രത്തിൽ അല്പം ശുദ്ധമായ വെള്ളമെടുത്ത് അതിലല്പം ചന്ദനവും പൂക്കളും എല്ലാം ചേർത്തിട്ട് ചന്ദ്രഭഗവാന്റെ ദിശയിലേക്ക് തളിക്കുന്നതിനെയാണ് അർഘ്യം എന്ന് നമ്മൾ പറയുന്നത്. ഇത് ഭഗവാൻ ഗണപതിക്കും ചന്ദ്രദേവനുമുള്ള വഴിപാടായിട്ടാണ് നമ്മൾ ഈ സങ്കടഹര ചതുർത്ഥി ദിവസം ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇവിടെ പലരും ചോദിക്കാറുള്ള വലിയൊരു ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത്, നല്ല മഴയൊക്കെയുള്ള ഒരു സമയമാണല്ലേ, അന്ന് മേഘാവൃതമായ അന്തരീക്ഷം കാരണം ചന്ദ്രനെ കാണാൻ സാധിച്ചില്ലെങ്കിൽ, അല്ലെ നല്ല മഴയാണെങ്കിൽ അങ്ങനെ ചന്ദ്രനെ കാണാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വിഷമിക്കുന്ന ധാരാളം പേരുണ്ട്. സജ്ജനങ്ങളെ, നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ടതായിട്ടില്ല. പ്രകൃതിയിലെ മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലല്ലല്ലോ അല്ലേ. ചന്ദ്രനെ നേരിട്ട് കാണാൻ ആ ഒരു സമയത്ത് നമ്മൾക്ക് സാധിച്ചില്ലാച്ചാലും ചന്ദ്രോദയ സമയമായ രാത്രി 9:54 ശേഷം നമ്മൾ പൂജാമുറിയിൽ ചന്ദ്രനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക കേട്ടോ. അതിനുശേഷം ഭഗവാന് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്ന നിവേദ്യം, നമ്മൾ ഭഗവാന്റെ മുൻപിൽ ത്രിസന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തിയപ്പോൾ നിവേദ്യം സമർപ്പിച്ചിട്ടുണ്ടല്ലോ. ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്, പായസം,
മോദകമൊക്കെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യാം. ഇതൊന്നും ചെയ്യാൻ സാധിക്കാത്തവർ പഴമാണെങ്കിലും ഒരു വാഴപ്പഴമാണെങ്കിലും ഭഗവാൻ അത്രയും സന്തോഷമാണ്, അത്രയും ഇഷ്ടമാണ്. നിങ്ങൾ എന്താണോ നിവേദ്യമായിട്ട് ഭഗവാന്റെ മുൻപിൽ ആ ഒരു ത്രിസന്ധിക്ക് സമർപ്പിച്ചിരിക്കുന്നത്, ഈ ഒരു ചന്ദ്രദർശനത്തിന് ശേഷം എല്ലാവരും കൂടി, അതായത് നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ടോ എല്ലാവർക്കുമായിട്ട് ഈ നിവേദ്യം സമർപ്പിച്ചിരിക്കുന്നത് എടുത്തിട്ട് നമ്മളത് കഴിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഈ വ്രതം പൂർത്തിയാവുകയുള്ളൂ. അതോടുകൂടി വ്രതം പൂർണ്ണമാവും. ഇത്രയുമാണ് സങ്കടഹര ചതുർത്ഥിയുടെ ആത്മാവ് എന്ന് പറയുന്നത്. ഒരു ദിവസം കൊണ്ട് ജീവിതം മാറുമെന്നൊന്നും പറയുന്നില്ല കേട്ടോ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്താൽ. പക്ഷേ നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു ശക്തി കിട്ടും. സങ്കടങ്ങൾ കുറയുമ്പോഴല്ല, അവയെ നേരിടാനുള്ള ഒരു ധൈര്യം നമ്മൾക്ക് വരുമ്പോഴാണ് നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം അനുഭവപ്പെടുന്നത് അല്ലേ. അമ്മ, ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരിക്കലും നിങ്ങളാരും ഒറ്റയ്ക്കല്ല, ഭഗവാൻ കൂടെയുണ്ട്. മൗനമായിട്ട് നിങ്ങൾ അറിയാതെ തന്നെ രാത്രി ചന്ദ്രനെ നോക്കുമ്പോൾ ഒരിക്കലും മാത്രം ഒന്ന് മനസ്സിൽ പറയുക, ഭഗവാനെ എന്നെ കൈവിടരുത്, അത്രമാത്രം ഒന്ന് പറഞ്ഞാൽ മതിയാവും. ഇതൊരു വ്രതത്തിന്റെ അവസാനമല്ല, ഉറപ്പായിട്ടും ഒരു അനുഗ്രഹത്തിന്റെ തുടക്കമാണ്. അങ്ങനെ അതിവിശിഷ്ടമായ ഈ സങ്കടഹര ചതുർത്ഥി വ്രതം അതിന്റെ എല്ലാ പൂർണ്ണതയോടും കൂടി എടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അതിന് സാക്ഷാൽ മഹാദേവന്റെ, പാർവതി ദേവിയുടെ, വിഘ്നേശ്വരന്റെ, സുബ്രഹ്മണ്യ സ്വാമിയുടെ എല്ലാം അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തോട് ചേർന്ന് എല്ലായ്പ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.